പ്രദേശവാസികൾ. കേരള വിഷൻ ന്യൂസ്, കോട്ടയം. കണ്ണൂർ കീച്ചേരിക്കുന്നിന്റെ അപകടാവസ്ഥയെ തുടർന്ന് പ്രദേശത്തെ 11 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. സമീപവാസികളെ ഒഴിപ്പിച്ചത് ഉരുൾപൊട്ടൽ സാധ്യതയെ തുടർന്ന്. കുന്നിന്റെ ഉൾവശത്ത് നിന്നും വെള്ളമൊഴുകുന്ന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ. മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തിരുവനന്തപുരം വെള്ളറടയിൽ ദമ്പതികൾ ആസിഡ് ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ. മരിച്ചത് കിളിയൂർ പനയത്ത് വീട്ടിൽ ജോസഫ്, ഭാര്യ ലളിതാബായ് എന്നിവർ. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. തിരുവനന്തപുരം നെടുമങ്ങാട് കർഷക സംഘം പൂവത്തൂർ മേഖലാതല കൺവെൻഷൻ നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം ആർ മധു ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി MS പ്രദീപ്, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി S സിന്ധു, MP സജിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കോട്ടയം വൈക്കം നഗരസഭാ പ്രതിപക്ഷ നേതാവും KPCC അംഗവുമായിരുന്ന അഡ്വക്കേറ്റ് VV സത്യന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്തു. 100ഓളം പേർക്കാണ് ഭക്ഷണ വിതരണം നടത്തിയത്. അഡ്വക്കേറ്റ് VV സത്യൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ അക്കരപ്പാടം ശശി മുഖ്യാതിഥിയായി. കോട്ടയം കടുത്തുരുത്തിയിൽ പെയിന്റിംഗ് തൊഴിലാളി മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് സ്റ്റാനി ജോൺ, സതീഷ് കുമാർ എന്നിവർ. പിടിയിലായത് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ. കൊലപാതക കാരണം സാമ്പത്തിക തർക്കമെന്ന് പോലീസ്. കൊല്ലം സാരഥി ജംഗ്ഷനിൽ കാർ വൈദ്യുത പോസ്റ്റിലിടിച്ചു. അപകടത്തിൽപ്പെട്ടത് കരിക്കോട് സ്വദേശി ഷമീറിന്റെ കാർ. ആളപായമില്ല. കോട്ടയം ജില്ലയിൽ അർബൻ ബാങ്കിന്റെ വിവിധ ATMകളിൽ നിന്ന് 68 ലക്ഷം രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. അറസ്റ്റിലായത് ഉത്തർപ്രദേശ് സ്വദേശി സന്ദീപ് കുമാർ തിവാരി. മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂർ വഞ്ചിക്കടവിൽ കുളവാഴ നീക്കം ചെയ്യാൻ സാധിച്ചില്ല. അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് എത്തിച്ചെങ്കിലും ഡീസൽ ലഭിക്കാത്തതിനെ തുടർന്നാണ് കുളവാഴ നീക്കം ചെയ്യാൻ സാധിക്കാത്തത്.